My dear students, hearty welcome to botany class. നമ്മളെ ഫസ്റ്റ് ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ NCERT ബുക്ക് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ NCERT ബുക്കിനെ നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ്. ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ചെറിയൊരു ചാപ്റ്ററാണ്. അത് ടാക്സോണമി എന്നുള്ള ഒരു ഏരിയയിൽ നിന്നാണ് വരുന്നത്. സോ ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ബയോളജി ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ, ബയോളജി, ഫാദർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിലാണ്. സോ അരിസ്റ്റോട്ടിലിനെ ഒന്ന് ഫെമിലിയറൈസ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന്. ഒരു ഗ്രീക്ക് ഫിലോസഫറാണ് അരിസ്റ്റോട്ടിൽ. അപ്പം ബയോളജിയുടെ ഫാദറായിട്ട്, അതുപോലെ തന്നെ സുവോളജിയുടെ ഫാദറായിട്ടൊക്കെ തന്നെ അറിയപ്പെടുന്നു. ദെൻ ടാക്സോണമി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൽ നിന്ന് എടുത്തതാണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് ഞാൻ പറഞ്ഞു. ദെൻ വാട്ട് ഈസ് ടാക്സോണമി? ഇറ്റ് ഈസ് ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നെയിമിംഗ് ഓഫ് ഓർഗാനിസംസ്. പുതിയതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക ഒരു ഓർഗാനിസത്തിനെ, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആയിക്കോട്ടെ, ആനിമൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിനെ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുക, തരം തിരിച്ചു വെക്കുക. അതുപോലെ തന്നെ അതിന് ആപ്റ്റായിട്ടുള്ള സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്ത് അതിന് നെയിം കൊടുക്കുക, നോമൻക്ലേച്ചർ. ദെൻ ഫാദർ ഓഫ് ടാക്സോണമി കോൾ ലിനേയസ് ആണ്. സോ കോൾ ലിനേയസ് അല്ലെങ്കിൽ കാറോലസ് ലിനേയസ് എന്ന് ഓർത്ത് വെച്ചാലും മതി, നിങ്ങൾ സ്പെല്ലിങ് തെറ്റിക്കരുത്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ടാക്സോണമി. അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ടാക്സോണമി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ടാക്സോണമി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെറിയൊരു അക്കൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ NCERT സിലബസിൻ്റെ അപ്പുറത്താണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ദെൻ വാട്ട് ഈസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? നമ്മളെ ഹെഡിങ് ആണ് കേട്ടോ അത്. സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് ഇൻ ടു ഗ്രൂപ്പ്സ്. ലിവിങ് ഓർഗാനിസംസിനെ, എർത്തിൽ കാണുന്ന ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസംസിനെയൊക്കെ സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അതിനെ ഗ്രൂപ്പാക്കി തിരിക്കുക, ക്ലാസിഫൈ ചെയ്യുക, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സംഭവത്തിനെ, പ്ലാന്റ്സിനെ, ആനിമൽസിനെ സ്റ്റഡി ചെയ്യണമെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്യണം. അപ്പോഴാണ് അത് പഠിക്കാൻ എളുപ്പമുള്ളൂ, സ്റ്റഡീസ് ഈസിയർ ആവും. അപ്പോൾ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്. വളരെ ഏർലി പീരിയഡ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട് ക്ലാസിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സ്. അപ്പോൾ അതിൽ ആദ്യം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ ഹോൾ ലിവിങ് ഓർഗാനിസത്തിനെ പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും ഡിവൈഡ് ചെയ്തു. And he classified plants into 3 groups: herbs, shrubs and trees. Okay, based purely on morphology. Then animals into 2 groups: those having red blood and those do not have red blood. വളരെ പെരിഫറലായിട്ട് വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രം നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പ്ലാന്റ്സിനെ ഹെർബ്, ഷ്രബ്, ട്രീ എന്നും ആനിമൽസിനെ ദോസ് ഹാവിങ് റെഡ് ബ്ലഡ് ആൻഡ് ദോസ് ഡു നോട്ട് ഹാവ് റെഡ് ബ്ലഡ് എന്നും ക്ലാസിഫൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടിലിൻ്റെ ക്ലാസിഫിക്കേഷന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. നെക്സ്റ്റ് യു ആർ ഗോയിങ് ടു സ്റ്റഡി അനദർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, 2 kingdom classification. 2 kingdom classification proposed by Linnaeus. ഓക്കെ, ഫാദർ ഓഫ് ടാക്സോണമി ആയിട്ട് നമ്മൾ കണ്ട ലിനേയസിന്, ദ സെയിം ലിനേയസ്. ദെൻ വിച്ച് ആർ ദ 2 kingdoms? കിങ്ഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയൊരു ഗ്രൂപ്പ്, ഒരു വാസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ളതാണ്. 2 kingdoms ആർ കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമാലിയ. So 2 kingdom classification proposed by Linnaeus, and he classified the organisms into 2 kingdoms, kingdom Plantae and kingdom Animalia. അപ്പോൾ പ്ലാന്റയിൽ വീണ്ടും നമുക്ക് ഇങ്ങനെ ക്ലാസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതി. ഇനി ലിനേയസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ 2 kingdom classification, ആൻഡ് വിച്ച് ആർ ദ 2 kingdoms? കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമാലിയ. സോ ഇങ്ങനെ 2 ഗ്രൂപ്പ് മാത്രമാക്കി ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ 2 kingdom ക്ലാസിഫിക്കേഷനും ഡ്രോബാക്സ് ഉണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്. വിച്ച് ആർ ദ ഡ്രോബാക്സ് ഓഫ് 2 kingdom classification? ബോത്ത് യൂക്കാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ് ആർ പ്ലേസ്ഡ് ടുഗെദർ. ഒരേ കൂട്ടത്തിൽ തന്നെ ഇട്ടു പ്രോകാരിയോട്സിനെയും യൂക്കാരിയോട്സിനെയും. ദെൻ ഇൻ പ്ലാന്റ് കിങ്ഡം ദർ വേർ സ്പീഷീസ് വിച്ച് ആർ ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക്. അതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് പ്ലേസ് ചെയ്തു. അതായത് ന്യൂട്രീഷൻ നോക്കിയിട്ട് ഫോട്ടോസിന്തറ്റിക് ആയതും അല്ലാത്തതും ഒരുമിച്ച് തന്നെ പ്ലേസ് ചെയ്തു.
അതുപോലെ തന്നെ ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ചില ഓർഗാനിസംസ് ഉണ്ട്. അവർക്ക് സ്പെഷ്യലായിട്ടൊരു കിങ്ഡം ഒന്നുമില്ല, സ്പെഷ്യലായിട്ടൊരു പൊസിഷനും കൊടുത്തില്ല, ഒരു ഫിക്സഡ് പൊസിഷൻ ഇല്ല, ഒന്നുകിൽ പ്ലാന്റയിൽ അല്ലെങ്കിൽ ആനിമാലിയയിൽ. പക്ഷേ ഇവർക്ക് ബോത്ത് ദ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു, പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും. അതുപോലെ ഡ്രോബാക്സ് പറയുകയാണെങ്കിൽ വൈറസ് എന്നുള്ള ഗ്രൂപ്പിന് ഒരു കറക്റ്റ് കിങ്ഡം അദ്ദേഹം കൊടുത്തിട്ടില്ല, വൈറസിനെ കൺസിഡർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് ഡ്രോബാക്സ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷന് ഉണ്ട്. പക്ഷേ സയൻറ്റിഫിക്കലി അപ്രോച്ച് ചെയ്തുകൊണ്ട് നടത്തിയ ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അരിസ്റ്റോട്ടലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വർക്കായി തന്നെ നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്, ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ R.H. വിറ്റാക്കർ 1969. R.H. വിറ്റാക്കറിനെ കണ്ടോളാം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്നും നമ്മൾ സ്റ്റഡീസിന് ഫോളോ ചെയ്യുന്ന ക്ലാസിഫിക്കേഷനാണ്. ആൻഡ് പ്രപ്പോസ്ഡ് ബൈ R.H. വിറ്റാക്കർ in 1969. വിറ്റാക്കർ ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി ഓർഗാനിസംസിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു. നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ആ ഓരോ ഓർഗാനിസത്തിൻ്റെയും ഒരുപാട് ക്യാരക്ടേഴ്സ് അദ്ദേഹം കൺസിഡർ ചെയ്തു. എന്നിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് വർക്കാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഡ്രോബാക്സ് കുറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇനി റോബർട്ട് ഹാർട്ട്ലിംഗ് വിറ്റാക്കർ എന്നാണ് RH എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റാണ്. ഇനി അദ്ദേഹത്തിൻ്റെ 5 കിങ്ഡംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഓർഡറിലല്ല. ഇങ്ങനെ പഠിക്കരുത്, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓർഡറിൽ പറയുകയാണെങ്കിൽ കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റൈ ആൻഡ് കിങ്ഡം ആനിമാലിയ. ദീസ് ആർ ദ 5 കിങ്ഡംസ്. നോക്കൂ, ഓർഗാനിസംസ് ക്ലാസിഫൈഡ് ഇൻ ടു യെല്ലോ ഷെയ്ഡിൽ കൊടുത്തത് വായിക്കുക: മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റൈ ആൻഡ് ആനിമാലിയ. ദീസ് ആർ ദ 5 കിങ്ഡംസ്. എപ്പോൾ ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും ആ ഓർഡറിൽ നിങ്ങൾക്കത് കിട്ടണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിൻ്റെ ചെറിയൊരു ക്യാരക്ടേഴ്സ് അടങ്ങിയ ഒരു അക്കൗണ്ടാണ് കാണുന്നത്. അപ്പോൾ കിങ്ഡം മൊണീറ കാണാം, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റൈ ആൻഡ് കിങ്ഡം ആനിമാലിയ. ഓരോ കിങ്ഡവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ, ഇപ്പോൾ കാണുന്ന ഈ ഒരു ഓർഡറിൽ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക, അതേ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. ഓരോ കിങ്ഡവും വിത്ത് എക്സാമ്പിൾസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലും നെക്സ്റ്റ് ചാപ്റ്ററിലും കൂടിയായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി R.H. വിറ്റാക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നോക്കിയാലും ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്. ഡ്രോബാക്സ് കുറവാണ്. എന്നിരുന്നാലും 1-2 ഡ്രോബാക്സ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യാം. വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ലിമിറ്റേഷൻസ് ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? നോക്കൂ, യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ആൽഗെ ആർ പ്ലേസ്ഡ് ഇൻ എ സിംഗിൾ ഗ്രൂപ്പ്. അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ആൽഗെ എന്നും മൾട്ടി സെല്ലുലാർ ആൽഗെ എന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടില്ല. ആൽഗകൾ മൊത്തത്തിലൊരു ഗ്രൂപ്പിലിട്ടു, അപ്പോൾ അതിനകത്ത് യൂണിസെല്ലുലാർ മൾട്ടി സെല്ലുലാർ ഫോംസ് ഒക്കെ വന്നു. അതുപോലെ വൈറസ് എന്നുള്ള ഒരു അസെല്ലുലാർ ഓർഗാനിസത്തിന് ഇവിടെ ഒരു പ്ലേസ് കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് ഈ ക്ലാസിഫിക്കേഷനിൽ വൈറസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ പിക്ചറായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോയിൽ കാണാം. ഇതാണ് NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാർട്ട്. അപ്പോൾ വിച്ച് ആർ ദ ക്രൈറ്റീരിയ യൂസ്ഡ് ബൈ R.H. വിറ്റാക്കർ ഫോർ ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്താൻ വേണ്ടി R.H. വിറ്റാക്കർ യൂസ് ചെയ്ത മാനദണ്ഡങ്ങൾ, ക്രൈറ്റീരിയാസ് എന്തൊക്കെ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കണം. ഹി യൂസ്ഡ് ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് ലൈക്ക്, നോക്കൂ, സെൽ ടൈപ്പ്, ബോഡി ഓർഗനൈസേഷൻ, നേച്ചർ ഓഫ് സെൽ വോൾ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. സെൽ ടൈപ്പ്, ബോഡി ഓർഗനൈസേഷൻ, then nature of cell wall, mode of nutrition, mode of reproduction, phylogeny. ഇങ്ങനെ 6 ക്രൈറ്റീരിയാസ് ആണ് R.H. വിറ്റാക്കർ യൂസ് ചെയ്തത്. അത് ഇതിനകത്ത് കാണാം. സോ ഫസ്റ്റ് വൺ പറഞ്ഞത് സെൽ ടൈപ്പാണ്. വെദർ ദ ഓർഗാനിസം ഈസ് പ്രോകാരിയോട്ടിക് ഓർ യൂകാരിയോട്ടിക്. അപ്പോൾ ഓർഗാനിസം പ്രോകാരിയോട്ടിക് ആണെങ്കിൽ അതിന് ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു കിങ്ഡം ഉണ്ട്, യൂകാരിയോട്ടിക് ആണെങ്കിൽ അതിന് ഇൻക്ലൂഡ് ചെയ്യാൻ വേറൊരു കിങ്ഡം ഉണ്ട്. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് ബോഡി ഓർഗനൈസേഷൻ. വെദർ ദ ഓർഗാനിസം ഈസ് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. ഹി കൺസിഡേർഡ് വെദർ ദ ഓർഗാനിസം ഈസ് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. ദെൻ മൂന്നാമത്തെ ക്യാരക്ടർ അല്ലെങ്കിൽ മൂന്നാമത്തെ ക്രൈറ്റീരിയ പറഞ്ഞത് മോഡ് ഓഫ് ന്യൂട്രീഷനാണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ മീൻസ് വെദർ ദ ഓർഗാനിസം
is autotrophic or heterotrophic. Okay, autotrophic organisms ആണെങ്കിൽ ഒരു ഗ്രൂപ്പ്, heterotrophic ആണെങ്കിൽ another group. Then അടുത്തത് nature of cell wall ആണ്. Cell wall ഉണ്ടോ ഇല്ലേ, whether the cell wall present or absent. Then present ആണെങ്കിൽ if present, what is the composition, cellulosic or non-cellulosic. cellulosic ആയ സെൽ വോൾ ഉള്ളതൊക്കെ ഒരു ഗ്രൂപ്പിലാണ്, അല്ലാത്തത് അതിൽ ഉൾപ്പെടുത്തില്ല. ഓക്കെ, അതിനെ മാറ്റും. Then mode of reproduction, whether the organism reproduce sexually or asexually. ഏത് മെത്തേഡിലൂടെയാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചും അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. ദെൻ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, അതായത് ഓർഗാനിസത്തിൻ്റെ എവല്യൂഷണറി ക്യാരക്ടേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട്, ഫോസിലിൻ്റെ സ്റ്റഡീസിനനുസരിച്ച് എവല്യൂഷണറി ക്യാരക്ടേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫൈലോജനി കൂടെ സ്റ്റഡി ചെയ്തു. ഇത്രയാണ് ക്രൈറ്റീരിയാസ് ഫോർ ക്ലാസിഫിക്കേഷൻ യൂസ്ഡ് ബൈ RH വിറ്റാക്കർ. ഇനി നമുക്ക് ഓരോ കിങ്ഡത്തിനെ കുറിച്ചും ചെറിയൊരു അക്കൗണ്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതിനകത്ത് കിങ്ഡം മൊണീറ ഒന്ന് പഠിച്ചു വെക്കാം. ഫസ്റ്റ് വൺ, കിങ്ഡം മൊണീറ. മൊണീറയുടെ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് ഓൾ പ്രോകാരിയോട്സ്, വെദർ ഇറ്റ് ഈസ് യൂണിസെല്ലാർ ഓർ മൾട്ടിസെല്ലാർ, ഫോട്ടോസിന്തറ്റിക് ഓർ നോൺ ഫോട്ടോസിന്തറ്റിക്, അതൊന്നും കൺസിഡർ ചെയ്യാതെ പ്രോകാരിയോട്ട് ആണോ അതിനെ ഇൻക്ലൂഡ് ചെയ്യാനുള്ളൊരു കിങ്ഡമാണ് കിങ്ഡം മൊണീറ, വിച്ച് ഇൻക്ലൂഡ് ദ മെമ്പേഴ്സ് all are prokaryotic organisms. കിങ്ഡം മൊണീറയിലെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ പ്രോകാരിയോട്ടിക് ആണ്. ചിലപ്പോൾ അത് ഒന്നിൽ കൂടുതൽ സെല്ലുള്ളതാവും, എന്നാലും പ്രോകാരിയോട്ടിക് ആണോ, ദേ ആർ ഇൻക്ലൂഡഡ് അണ്ടർ കിങ്ഡം മൊണീറ. ദെൻ കിങ്ഡം പ്രൊട്ടിസ്റ്റ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു പെരിഫറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രം പറഞ്ഞു പോവാം. കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുമ്പോൾ പ്രോകാരിയോട്ടിൽ നിന്ന് മാറി യൂകാരിയോട്ടാണ്, പക്ഷേ യൂണിസെല്ലുലാറാണ്. യൂണിസെല്ലുലാർ യൂകാരിയോട്സ് ആർ പ്ലേസ്ഡ് അണ്ടർ കിങ്ഡം പ്രൊട്ടിസ്റ്റ. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് നിങ്ങൾ കാണുന്നത്. ഈ പ്ലാന്റ്സിനെയൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, പാരമീസിയും യുഗ്ലീനെയൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് വരുന്ന കിങ്ഡമാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ. യൂകാരിയോട്ടാണ്, യൂണിസെല്ലുലാർ യൂകാരിയോട്സ്. ദെൻ തേർഡ് കിങ്ഡം, കിങ്ഡം ഫഞ്ചി. അപ്പോൾ അഡ്വാൻസ് ആയി ഇങ്ങനെ വരികയാണ് ക്യാരക്ടേഴ്സ് കേട്ടോ. യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ, യൂകാരിയോട്ടിക്, ഹെറ്ററോട്രോഫ്സ്, സെൽ വോൾ, നോൺ സെല്ലുലോസിക്. ആ പറഞ്ഞ ക്രൈറ്റീരിയാസ് കുറേ അധികം വന്നു. യൂണിസെല്ലാറോ മൾട്ടി സെല്ലാറോ ആവാം. യൂണിസെല്ലാർ ഫോം ഒരു എക്സാമ്പിളാണ് ഈസ്റ്റ്. ഓക്കെ, ഫംഗസിൽ കാണുന്ന ഒരു യൂണിസെല്ലാർ. അപ്പോൾ യൂണിസെല്ലാർ ഫോം ആവാം, മൾട്ടി സെല്ലാർ ഫോമും ആവാം. ദെൻ കിങ്ഡം പ്ലാന്റ്, നാലാമത്തെ ഗ്രൂപ്പ് കിങ്ഡം പ്ലാന്റ്, പ്ലാന്റ്സ് അടങ്ങുന്ന യൂണിസെല്ലാർ ഓർ മൾട്ടി സെല്ലുലാർ, യൂകാരിയോട്ടിക്, ഓട്ടോട്രോഫ്സ്. ഓട്ടോട്രോഫ്സ് ആണ് സെൽ വോൾ സെല്ലുലോസിക് ആണ്. ഓക്കെ, സെല്ലുലോസിക് സെൽ വോളുള്ള ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സ് അടങ്ങുന്ന ഗ്രൂപ്പ്. ദെൻ കിങ്ഡം ആനിമാലിയ. അനിമാലിയയുടെ ക്യാരക്ടേഴ്സ് ഒരു ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ് ഒരു എൻറ്റയർ ചാപ്റ്റർ ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് സുവോളജിയിൽ. മൾട്ടി സെല്ലുലാർ, യുക്കാരിയോട്ടിക്, ഹെറ്ററോട്രോഫ്സ്. സെൽ വോൾ ഇല്ല, സെല്ലിന് സെൽ വോൾ ഇല്ല. അതാണല്ലോ മെയിനായിട്ടൊരു ഡിഫറൻസ് ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിൽ. ദെൻ ന്യൂട്രീഷൻ ഹോളോസോയിക് ആണ്. ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് വിഴുങ്ങിയിട്ട് പിന്നെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് കിങ്ഡം ആനിമാലിയയുടെ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓരോ ഗ്രൂപ്പിൻ്റെയും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കണം, പഠിച്ചോളണം. ഈ ഒരു സെക്ഷനിൽ നമുക്ക് കിങ്ഡം മൊണീറ എന്നുള്ളൊരു കിങ്ഡത്തിനെ കുറിച്ചിട്ട് അതിലെ ഓർഗാനിസത്തിന് അതിന് എക്സാമ്പിൾസും ക്യാരക്ടേഴ്സും ഒക്കെ ഒന്ന് പഠിച്ചു പോകാം. കിങ്ഡം മൊണീറ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രോകാരിയോട്സും അടങ്ങിയ കിങ്ഡമാണ്. പ്രോകാരിയോട്ടിക്, യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. ദെൻ പ്രോകാരിയോട്ടിക് ആയതുകൊണ്ട് തന്നെ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആബ്സെൻറ്റ്. സെൽ വോൾ ഉണ്ട്, സെൽ വോൾ പ്രസൻറ്റ്, പക്ഷേ സെല്ലുലോസിക് അല്ല. ദെൻ ന്യൂട്രീഷൻ ഹെറ്ററോട്രോഫിക് ഓർ ഓട്ടോട്രോഫിക്. ഇതാണ് മെയിനായിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ഇനി കിങ്ഡം മൊണീറയിലെ മേജർ മെമ്പറാണ് ബാക്ടീരിയ. മൊണീറ എന്ന് പറയുമ്പോൾ തന്നെ ബാക്ടീരിയ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മെമ്പേഴ്സാണ് ബാക്ടീരിയ. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ വൈഡ് വെറൈറ്റി ഉണ്ട്, വൈഡ് റേഞ്ച് ഓഫ് ബാക്ടീരിയ ഉണ്ട്, നമുക്കറിയുന്നതാണ്. കുറേ ബാക്ടീരിയകളായിട്ട് നിങ്ങൾ ഫെമിലിയർ ആണ്. ഇപ്പോൾ ലാക്ടോബാസില്ലസ് അല്ലേ, സ്ട്രെപ്റ്റോകോക്കസ്, അതുപോലെ തന്നെ വിബ്രിയോ കോളറെ, അതുപോലെ റൈസോബിയം, ഇങ്ങനെ കുറേ ബാക്ടീരിയയുടെ പേരുകളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ബാക്ടീരിയയുടെ ക്യാരക്ടേഴ്സ് നോക്കാം. ബാക്ടീരിയ ഓംനി പ്രസൻറ്റ്, പ്രസൻറ്റ് എവ്രിവേർ, അതാണ് ഓംനി പ്രസൻറ്റ്, പ്രസൻറ്റ് എവ്രിവേർ. ദെൻ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. അപ്പോൾ യൂണിസെല്ലുലാർ ആണ് കേട്ടോ. ദെൻ പ്രോകാരിയോട്ടിക് ആണ്. ദെൻ അപ്പോൾ യൂണിസെല്ലുലാർ ആയതുകൊണ്ട് തന്നെ എന്താണോ അതിൻ്റെ സെല്ലിൻ്റെ ഷേപ്പ് അത് തന്നെയാണ് ആ ഓർഗാനിസത്തിൻ്റെ ഷേപ്പ്. ബേസ്ഡ് ഓൺ ഷേപ്പ് ബാക്ടീരിയ ആർ ഓഫ് 4 types.
നോക്കൂ, കോക്കസ്, ബാസിലസ്, വിബ്രിയം, സ്പൈറില്ലം. ഇത്രയാണ്, അത് എഴുതിയെടുക്കണം. ഫസ്റ്റ് വൺ കോക്കസ്. കോക്കസിൻ്റെ പ്ലൂറൽ ഫോം കോക്കൈ എന്നുള്ളതാണ്. സ്ഫെറിക്കൽ ബാക്ടീരിയ ആണ്. സ്ഫെറിക്കൽ ഷേപ്പ്ഡ് ബാക്ടീരിയക്ക് പറയുന്ന പേരാണ് കോക്കസ്. കോക്കസിന് എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കസ്. ഓക്കെ, സ്ട്രെപ്റ്റോകോക്കസ് കോക്കസിന് എക്സാമ്പിളാണ്. അപ്പോൾ പഠിച്ചോളൂ. ഫസ്റ്റ് ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ഷേപ്പ്, കോക്കസ്, സ്ഫെറിക്കൽ ഓർ ഓവൽ ഷേപ്പ്ഡ് ബാക്ടീരിയ, കോക്കൈ എന്നുള്ളതാണ് പ്ലൂറൽ. എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റഫൈലോകോക്കസ് എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ കോക്കസിനെ കുറിച്ച് എഴുതിയിരിക്കണം, വരച്ചും വെക്കണം. ദെൻ അടുത്തത് ബാസിലസ്. ബാസിലസ് എൻ്റെ പ്ലൂറൽ ഫോം ബാസില്ലൈ എന്നാണ്. അതിൻ്റെ ഷേപ്പ് റോഡ് ഷേപ്പ്ഡ് ആണ്, ദണ്ട് പോലെ, ചെറിയ ദണ്ട് പോലെ റോഡ് ഷേപ്പ്ഡ് ആണ്. അതായത് പോലെ കാണാം. ഓക്കെ, അപ്പോൾ ബാസില്ലൈ എന്നുള്ളതാണ് അതിൻ്റെ പ്ലൂറൽ ഫോം. ദെൻ എക്സാമ്പിൾസ് നോക്കാം. ലാക്ടോബാസിലസ് അല്ലേ, തയോബാസിലസ്, ഇതൊക്കെ ബാസിലസിന് എക്സാമ്പിളാണ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന റൈസോബിയം എന്ന് പറയുന്നതും ഒരു റോഡ് ഷേപ്പ്ഡ് ബാസിലസ് ബാക്ടീരിയ ആണ്. അപ്പോൾ ആദ്യത്തേത് നമ്മൾ പഠിച്ചു സ്ഫെറിക്കൽ ഷേപ്പ്ഡ് കോക്കസ്, രണ്ടാമത്തത് റോഡ് ഷേപ്പ്ഡ് ബാസിലസ്, മൂന്നാമത്തത് കോമ ഷേപ്പ്ഡ് വിബ്രിയോ. വിബ്രിയം എന്നുള്ളത് സിംഗുലർ, വിബ്രിയോ എന്നുള്ളത് പ്ലൂരലാണ്. കോമ ഷേപ്പ്ഡ് ആണ്. ഓക്കെ, ഒരു സ്ലൈറ്റ് കോമ പോലെയൊക്കെ തോന്നും. കോമ ഷേപ്പ്ഡ് വിബ്രിയോ കാണുന്നുണ്ടല്ലോ. അത് യൂണിസെല്ലുലാർ ഫോംസ് ആണ്. ബാക്ടീരിയയുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. അപ്പോൾ വിബ്രിയോക്ക് എക്സാമ്പിളാണ് വിബ്രിയോ കോളറെ. കോളറ ഉണ്ടാക്കുന്ന ഒരു പാത്തോജനിക്കായ ബാക്ടീരിയ ആണ്, ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ് വിബ്രിയോ കോളറെ. അതിന് കോമ ഷേപ്പാണ്, കോമ ഷേപ്പ്ഡ് ബാക്ടീരിയ. അപ്പോൾ നമ്മൾ ആദ്യത്തത് റോഡ് ഷേപ്പ്ഡ് ബാസിലസ്, രണ്ടാമത്തത് സ്ഫെറിക്കൽ ഷേപ്പ്ഡ് കോക്കസ്, മൂന്നാമത്തത് കോമ ഷേപ്പ്ഡ് വിബ്രിയോ. ദെൻ നാലാമത്തത് സ്പൈറൽ ഷേപ്പ്ഡ് സ്പൈറില്ലം. സ്പൈറൽ ഷേപ്പ്ഡ് ആണ്. ഓക്കെ, അതിങ്ങനെ സ്പ്രിങ് പോലെ ചുരുണ്ട് മടങ്ങി കാണും. ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് സ്പൈറൽ ഷേപ്പ്ഡ് സ്പൈറില്ലം. അതിന് എക്സാമ്പിൾ സ്പൈറില്ലം അണ്ടുലം എന്ന് പറയുന്നൊരു ബാക്ടീരിയ ഉണ്ട്. എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഇതാ സ്പൈറൽ ഷേപ്പ്ഡ് ബാക്ടീരിയയുടെ പിക്ചർ കാണുന്നുണ്ട്. സ്പൈറൽ പോലെ, സ്പ്രിങ് പോലെ. ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു സ്പ്രിങ് നേച്ചറുള്ള ബാക്ടീരിയയും ആ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ഇനി ബാക്ടീരിയയുടെ വേറൊരു ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ. ആദ്യം പറഞ്ഞ ബേസ്ഡ് ഓൺ ഷേപ്പ് ആയിരുന്നു. ദെൻ ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ ബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആൻഡ് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ഓക്കെ, നേരത്തെ എല്ലാ ഓർഗാനിസവും ക്ലാസിഫൈ ചെയ്യുന്ന പോലെ തന്നെ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. ഫുഡിന് വേണ്ടി വേറുള്ള ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അനദർ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. സോ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആൻഡ് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. നോക്കൂ, ഓട്ടോട്രോഫിക് ബാക്ടീരിയനെ തന്നെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ എന്നും കീമോസിന്തറ്റിക് ബാക്ടീരിയ എന്നും. ഫോട്ടോസിന്തറ്റിക് ആൻഡ് കീമോസിന്തറ്റിക് ബാക്ടീരിയ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആണ്. എന്താണ് ഓട്ടോട്രോഫിക് ബാക്ടീരിയ? ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. ദർ ആർ ടു ഗ്രൂപ്പ്സ് ഓഫ് ഓട്ടോട്രോഫിക് ബാക്ടീരിയ, photosynthetic bacteria and chemosynthetic bacteria. What are the difference, or what is the difference? Prepare their own food by using sunlight. Photosynthetic bacteria prepare their own food by using sunlight, while chemosynthetic bacteria prepare their food from some chemicals, nitrate, ammonia അല്ലെങ്കിൽ ഹൈഡ്രജൻ ഓക്സൈഡ്സ് പോലുള്ള കെമിക്കൽസിൽ നിന്നും അതിനെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും എനർജി റിലീസ് ചെയ്ത് അത് യൂട്ടിലൈസ് ചെയ്യുന്ന ബാക്ടീരിയ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണ്. ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ നമുക്കറിയാം ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ് അല്ലേ. ഹെറ്ററോട്രോഫിക് ഓർഗാനിസം അങ്ങനെയാണ്, സ്വന്തമായി ഉണ്ടാക്കില്ല, വേറെയുള്ള ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ദർ ആർ 3 types ഓഫ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ: പാരസൈറ്റിക്, സാപ്രോഫൈറ്റിക് ആൻഡ് സിംബയോട്ടിക് ബാക്ടീരിയ. പാരസൈറ്റിക്, സാപ്രോഫൈറ്റിക് ആൻഡ് സിംബയോട്ടിക് ബാക്ടീരിയ. ദെൻ ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. പാരസൈറ്റിക് ബാക്ടീരിയ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് ഫോർ ഫുഡ്. അപ്പോൾ ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസമാണ്. ആ അതർ ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് ഹോസ്റ്റ്. ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അധികവും ഈ ബാക്ടീരിയ ഡിസീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആയിരിക്കും, പാത്തോജനിക് ആയിരിക്കും. ദെൻ
സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. സാപ്രോഫൈറ്റിക് ബാക്ടീരിയ ഡിപ്പെൻഡ് ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റർ. പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്നും എനർജി അബ്സോർബ് ചെയ്യുന്ന ബാക്ടീരിയയാണ് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. ഡീകമ്പോസിഷൻ നടത്തും. ദെൻ സിംബയോട്ടിക് ബാക്ടീരിയ. സിംബയോട്ടിക് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ വേറൊരു ലിവിങ് ഓർഗാനിസവുമായി മ്യൂച്വലിസ്റ്റിക് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ജീവിച്ചു പോകുന്ന ബാക്ടീരിയയാണ്. ഒരു ഉപകാരം ഇങ്ങോട്ട് കിട്ടുമ്പോൾ തിരിച്ച് അങ്ങോട്ടൊരു ബെനിഫിറ്റ് കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് ഫുഡ് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ? ഓട്ടോട്രോഫിക് ബാക്ടീരിയ നമ്മൾ പറഞ്ഞു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയുടെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. മേജർ മെമ്പേഴ്സും ഡീകമ്പോസേഴ്സാണ്. ഓക്കെ, ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ എർത്തിലെ ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ഡീക്കേ ചെയ്ത് വീണ്ടും പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കി മാറ്റുന്നു. അതുപോലെ മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്, പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ആൻറ്റിബയോട്ടിക്സ്, അതുപോലെ തന്നെ നേച്ചറിൽ നൈട്രജൻ ഫിക്സേഷൻ എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നു. ഇതൊക്കെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയുടെ സിഗ്നിഫിക്കൻസ് ആണ്. ഇനി പാരസൈറ്റിക് ബാക്ടീരിയനെ കുറിച്ചൊരു അക്കൗണ്ട് പറയുകയാണെങ്കിൽ പാത്തോജനിക് ആണ്, ഡിസീസ് കോസിങ് ആണ്, കോസസ് ഹ്യൂമൻ ഡിസീസസ് ലൈക്ക് കോളറ, ടൈഫോയിഡ്, ടെറ്റനസ് ഇതുപോലുള്ള ഹ്യൂമൻ ബീങ്സിൽ കുറേയധികം ഡിസീസസ് ഉണ്ടാക്കും. അതുപോലെ പ്ലാന്റ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട്. പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്ന ഡിസീസസിന് എക്സാമ്പിളാണ് സിട്രസ് കാങ്കർ. ഓക്കെ, സിട്രസ് നാരങ്ങയിൽ വരുന്നതാണ്, ഒരു ഡിസീസാണ് സിട്രസ് കാങ്കർ. അതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. അതുപോലെ ഇഷ്ടം പോലെ ബാക്ടീരിയൽ ഡിസീസസ് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഗ്രൂപ്പാണ് ആർക്കി ബാക്ടീരിയ. സ്പെല്ലിംഗ് നോക്കണേ. ആർക്കി ബാക്ടീരിയ. ബാക്ടീരിയ ലിവിങ് ഇൻ എക്സ്ട്രീം എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ നേച്ചറിൽ സാധാരണ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാത്ത ഏരിയ, നോർമലി ലൈഫ് എക്സിസ്റ്റ് ചെയ്യാത്ത ഏരിയയിൽ എക്സ്ട്രീം എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, എക്സ്ട്രീം കോൾഡ്, എക്സ്ട്രീം ഹോട്ട്, എക്സ്ട്രീം സലൈനിറ്റി ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏരിയകളിൽ നോർമലി ഒരു ലിവിങ് സെല്ല് ഒക്യുപ്പൈ ചെയ്യാത്ത ഏരിയയിൽ കൂടെ ബാക്ടീരിയ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ബാക്ടീരിയനെയാണ് ആർക്കി ബാക്ടീരിയ എന്ന് പറയാം. നമ്മൾ ഓംനി പൊട്ടൻ്റ് എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആർക്കി ബാക്ടീരിയ ലിവിങ് ഇൻ എക്സ്ട്രീം എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള 3 ഗ്രൂപ്പ് ആർക്കി ബാക്ടീരിയ ആണ് ഈ കാണുന്നത്. ഫസ്റ്റ് വൺ തെർമോ അസിഡോഫൈൽസ്, രണ്ടാമത്തത് ഹാലോഫിൽസ് ആൻഡ് മെത്തനോജൻസ്. ഓക്കെ, ഇനി ഈ ബാക്ടീരിയയുടെയൊക്കെ പെക്യുലാരിറ്റീസ് അവർ ഏത് എക്സ്ട്രീം എൻവയോൺമെൻറ്റിലാണ് കാണപ്പെടുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം. ഇതിലെ ഫസ്റ്റ് വണ്ണാണ് തെർമോ അസിഡോഫൈൽസ്. പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ കണ്ടന്റ്. തെർമോ അസിഡോഫൈൽസ് തെർമോഫിലിക് ആണ്, അസിഡോഫിലിക് ആണ്. ലിവിങ് ഇൻ എക്സ്ട്രീം ഹൈ ടെമ്പറേച്ചർ ഇൻ ഹോട്ട് സ്പ്രിങ്സ്, തിളച്ചു മറിയുന്ന ചൂടുറവകളിൽ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയാണ് തെർമോ അസിഡോഫൈൽസ്. തെർമോഫൈൽസ് ആണ് എന്ന് പറഞ്ഞത് ടെമ്പറേച്ചറിനോട് അഫിനിറ്റി ഇഷ്ടമുള്ളതാണ്. അതുപോലെ അസിഡോഫൈൽസ് ആണ്, ആസിഡ് ലവിങ് കൂടിയാണ് ഇവർ. എക്സാമ്പിളാണ് തെർമസ് അക്വാട്ടിക്കസ്. ഈ ഒരു ബാക്ടീരിയയുടെ പേര് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക, അടുത്ത വർഷവും നമുക്ക് ആവശ്യമുണ്ട്. തെർമസ് അക്വാട്ടിക്കസ്. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പ് ഹാലോഫൈൽസ് ആണ്. ഹാലോഫൈൽസ് പേര് പോലെ തന്നെ ഹാലൈൻ, സലൈനിറ്റി. ഓക്കെ, ബാക്ടീരിയ ലിവിങ് ഇൻ സാൾട്ടി ഏരിയ. ഹാലൈൻ എന്ന് പറഞ്ഞാൽ സലൈൻ എന്നാണ്. ബാക്ടീരിയ ലിവിങ് ഇൻ എക്സ്ട്രീം സാൾട്ടി ഏരിയ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ കടൽ വെള്ളമൊന്നുമല്ല, സൂപ്പർ ഹാലൈൻ ലഗൂൺസ് ഉണ്ട്, ഫുള്ളി സാച്ചുറേറ്റഡ് ആയ ഉപ്പുവെള്ളം അടങ്ങിയ ഏരിയകളുണ്ട്. അങ്ങനെയുള്ള ഏരിയയിൽ കാണുന്ന ബാക്ടീരിയനെ ആണ് ഹാലോഫൈൽസ് എന്ന് പറയുക. ബാക്ടീരിയ ലിവിങ് ഇൻ എക്സ്ട്രീം സാൾട്ടി ഏരിയ. ഹാലോഫൈൽസിന് എക്സാമ്പിളായിട്ടുള്ള ബാക്ടീരിയ ആണ്, പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ മൂന്നാമത്തത് മെത്തനോജൻസ് ആണ്. മെത്തനോജൻസ് ആ ബാക്ടീരിയ ലിവിങ് ഇൻ മാർഷി ഏരിയ. മാർഷി ചതുപ്പ് സ്ഥലങ്ങളാണ് കാണുക. പക്ഷേ അവർ കൂടുതലും കാണുന്നത് ഓൾസോ പ്രസൻറ്റ് ഇൻ ഗട്ട് ഓഫ് റൂമിനൻ്റ് ആനിമൽസ്. അയവെട്ടുന്ന ആനിമൽസ്, കൗ, ബഫലോ ഒക്കെ പോലുള്ള അയവെട്ടുന്ന ആനിമൽസിൻ്റെ ഗട്ട് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ, അവരുടെ അലിമെൻ്ററി കനാലിൻ്റെ ഒരു പോർഷനാണ് ഗട്ട്. ഗട്ടിനകത്ത് ഈ ബാക്ടീരിയ കാണാം. ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡക്ഷൻ ഓഫ് മീതെയിൻ ഫ്രം കൗഡങ്. അപ്പോൾ അത് അതിൻ്റെ എക്സ്ക്രീറ്റിലൂടെ ഈ മെത്തനോജൻസ് പുറത്തു വരും. എന്നിട്ട് കൗഡങ്ങിൽ നിന്ന് മെത്തനോജൻസ് കൗഡങ്ങിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മീതെയിൻ എന്നുള്ള ഗ്യാസ്, ബയോഗ്യാസിൻ്റെ മേജർ കമ്പോണൻ്റ് ആണല്ലേ മീതെയിൻ. ഈ മീതെയിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ മെത്തനോജൻസിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസും കൂടെ മനസ്സിലാക്കി വെക്കാം. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഗ്രൂപ്പാണ് യു ബാക്ടീരിയ. യു എന്ന് പറഞ്ഞാൽ ട്രൂ എന്നാണ് നമുക്കറിയാം. ട്രൂ ബാക്ടീരിയ.
എന്താണ് യു ബാക്ടീരിയ അല്ലെങ്കിൽ അതിന് എക്സാമ്പിൾസ്? യു ബാക്ടീരിയ, സയനോ ബാക്ടീരിയ അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, സൈനോ ബാക്ടീരിയക്ക് വേറൊരു പേരും കൂടെ പറയും, ബ്ലൂ ഗ്രീൻ ആൽഗെ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ, നീല ഹരിത ആൽഗകൾ എന്ന് മലയാളം മീഡിയക്കാർ പഠിച്ചിട്ടുണ്ടാവും. സൈനോ ബാക്ടീരിയ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗെ. അതിന് ഫെമിലിയറായ 2 എക്സാമ്പിൾസ് ആണ് നോസ്റ്റോക്ക്, അനബീന. സ്പെല്ലിംഗ് നോക്കണം, നോസ്റ്റോക്ക് ആൻഡ് അനബീന. ഇനി സൈനോ ബാക്ടീരിയയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രൊകാരിയോട്ടിക് ആണ്, യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ വിത്ത് റിജിഡ് സെൽ വാൾ ഉണ്ട് കേട്ടോ. ദെൻ ഫോട്ടോസിന്തറ്റിക് ആണ്, അതിൽ പിഗ്മെൻ്റ് ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ലൈറ്റിനെ ട്രാപ്പ് ചെയ്ത് അവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താം. ദെൻ കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ് എന്ന് പറഞ്ഞാൽ നാര് പോലെ, ത്രെഡ് പോലെ കാണും. കൊളോണിയൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് മെമ്പേഴ്സ് കൂടി ഒന്നിച്ച് ഒരു കോളനി ആയിട്ട് കാണും. ഫ്രഷ് വാട്ടർ, മറൈൻ ഓർ ടെറസ്ട്രിയൽ. സാധാരണ ഫ്രഷ് വാട്ടറിൽ കാണാം, പിന്നെ കടലിൽ കാണാം, അല്ലെങ്കിൽ കരയിൽ ടെറസ്ട്രിയൽ ലാൻഡിൽ കാണാം. ദെൻ കോളനീസ് ആർ സറൗണ്ടഡ് ബൈ ജെലാറ്റിനസ് ഷീത്ത് ആൻഡ് സം ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ചില സൈനോ ബാക്ടീരിയക്ക് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഫിക്സ് ചെയ്ത് സോയിലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷനിൽ ഇൻവോൾവ് ആവുന്ന ചില സൈനോ ബാക്ടീരിയ ഉണ്ട്. അതിന് എക്സാമ്പിളാണ് നോസ്റ്റോക്ക്. നോസ്റ്റോക്കിന് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് സൈനോ ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗയുടെ, യു ബാക്ടീരിയയുടെ ക്യാരക്ടേഴ്സ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് നമ്മുടെ നോസ്റ്റോക്ക്. നോസ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ ഇനി പഠിക്കാനുണ്ട്. തൊട്ട് മുന്നത്തെ ഒരു സെക്ഷനിൽ നിങ്ങൾ കണ്ട നോസ്റ്റോക്കിൻ്റെ കോളനി ആയിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് നോസ്റ്റോക്കിൻ്റെ ഒരൊറ്റ ഫിലമെൻ്റാണ്. ഓക്കെ, തൊട്ട് മുന്നേ നിങ്ങൾ കണ്ടു നോസ്റ്റോക്കിൻ്റെ കോളനി, ഒരു സ്ഫെറിക്കൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള, അതിൻ്റെ ഉള്ളിൽ കുറേ മെമ്പേഴ്സ്. ഈ ഫിലമെൻറ്റിനകത്ത് അതിൻ്റെ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, ലാബൽ ചെയ്തിട്ടുണ്ട്. ഈ പിക്ചർ വരച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ച് ലാബൽ ചെയ്തിടണം. നോക്കൂ, ഹെറ്ററോസിസ്റ്റ് എന്നുള്ളൊരു ലാബലിംഗ് ഉണ്ട്, മ്യൂസിലേജിനസ് ഷീത്ത് എന്നുള്ളൊരു ലാബലിംഗ് ഉണ്ട്. അപ്പോൾ നോസ്റ്റോക്കിലെ സെൽസ് മൾട്ടി സെല്ലാർ ആണ് കേട്ടോ. സെൽസ് ബീഡഡ് ആണ്, മാലയിൽ മുത്തുകൾ കോർത്ത പോലെ ഒന്നിനോടൊന്നിങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് സെൽസ് കാണുന്നത്. ഈ ഫിലമെൻറ്റിനെ, ഈ ഹോൾ സെൽസ് അടങ്ങിയ ഫിലമെൻറ്റിനെ കവർ ചെയ്തുകൊണ്ട് ഒരു വഴുവഴുപ്പുള്ള ഒരു തരം ഷീത്ത് ഉണ്ട്, മ്യൂസിലേജ് കൊണ്ടുള്ള ഒരു ഷീത്ത്. ഇത് വെള്ളത്തിലാണ് കിടക്കുന്നത്, അപ്പോൾ പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ആ മ്യൂസിലേജിന് ഷീത്ത് ഉള്ളത്. ദെൻ ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലാർജ് സെല്ലുണ്ട്. ആ സെല്ലാണ് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നോസ്റ്റോക്കിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ഹെറ്ററോസിസ്റ്റ്? ലാർജ് സെൽസ് വിത്ത് ബട്ടൺ ഷേപ്ഡ് തിക്കനിങ്, okay, and help in nitrogen fixation. Heterocyst, large cells found in nostoc with button shaped thickening and help in nitrogen fixation. അപ്പോൾ നിങ്ങൾ NCERTയിലെ പിക്ചർ വരച്ച് ലാബിൽ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. ഇനി ഇതിൽ ലാസ്റ്റ് ഏരിയ പറയുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ എന്നുള്ളതാണ്. ചെറിയൊരു അക്കൗണ്ട് മാത്രമേ ഇതിനകത്ത് നിങ്ങൾക്ക് പറയുന്നുള്ളൂ, വളരെ ചെറിയൊരു അക്കൗണ്ട്. റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയ യൂഷ്വലി റീപ്രൊഡ്യൂസേഴ്സ് ബൈ അസെക്ഷുവൽ മെത്തേഡ്. അതിൽ വരുന്നതാണ് ഒന്ന് ഫിഷൻ, ബൈനറി ഫിഷൻ. ഒരു ബാക്ടീരിയൽ സെല്ല് വെറുതെ മുറിഞ്ഞിട്ട് രണ്ടായിട്ട് മാറുക, 2 ബാക്ടീരിയ ഫോം ചെയ്യുക. ഓക്കെ, ബൈ ഫിഷൻ, ബൈനറി ഫിഷൻ. ദെൻ പ്രൊഡ്യൂസ് സ്പോർസ്. ബാക്ടീരിയ ക്യാൻ പ്രൊഡ്യൂസ് സ്പോർ, എൻഡോസ്പോർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ബൈനറി ഫിഷൻ ആണ് കേട്ടോ. ഒരു ബാക്ടീരിയൽ സെല്ല് കണ്ടോ പതുക്കെ മുറിഞ്ഞ് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറി, ബൈനറി ഫിഷൻ. അതുപോലെ ഇത് എൻഡോസ്പോർ ഫോർമേഷനാണ്. എൻഡോസ്പോർ, ബാക്ടീരിയൽ സെല്ലിൽ നിന്ന് സ്പോർ ഉണ്ടാകുന്നത് നോക്കൂ. ആ സ്പോർ പിന്നെ ജെർമിനേറ്റ് ചെയ്ത് സ്യൂട്ടബിൾ കണ്ടീഷനിൽ വീണ്ടും ബാക്ടീരിയയിൽ തന്നെ മാറും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്ടീരിയയിലെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാവുന്ന ഒരു പ്രോസസ്സാണ്. ദാറ്റ് ഈസ് കോൾഡ് കോൺജുഗേഷൻ. ഒരു ബാക്ടീരിയയിൽ നിന്നും വേറെ ബാക്ടീരിയയിലേക്ക് DNA ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇൻ ബാക്ടീരിയ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് ത്രൂ എ സിമ്പിൾ ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ, ജീൻ ട്രാൻസ്ഫർ ഫ്രം ഡോണർ ടു അക്സെപ്റ്റർ. ഓക്കെ, കോൺജുഗേഷൻ എന്നാണ് അതിനെ പറയുക. ദെൻ ലാസ്റ്റ് പോർഷൻ മൈക്കോപ്ലാസ്മ എന്നുള്ളതാണ്. മൈക്കോപ്ലാസ്മ ബാക്ടീരിയ പോലെ തന്നെ മൊണീറയിൽ കാണുന്ന വേറൊരു മെമ്പറാണ് മൈക്കോപ്ലാസ്മ. ഓക്കെ, അതിൻ്റെ ക്യാരക്ടേഴ്സ് ഈ 4 പോയിൻ്റേ ഉള്ളൂ, അത് പഠിച്ചു വെച്ചോളാം. സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ്, പ്രൊകാരിയോട്ടാണ്, കാരണം മൊണീറയിലാണല്ലോ വന്നത്, പ്രൊകാരിയോട്ടാണ്, സ്മോളസ്റ്റ് ലിവിങ് സെൽ. സെൽ വോൾ ഇല്ല, സെൽ വോൾ ആബ്സെൻ്റ് ആണ്. സോ ദേ ക്യാൻ അറ്റൈൻ എനി ഷേപ്പ്, അതാണ് അതിൻ്റെ പ്രത്യേകത. ദേ ക്യാൻ അറ്റൈൻ എനി ഷേപ്പ്.
അപ്പോൾ സെൽ വോളാണ് സെല്ലിൻ്റെ റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെൽ വോൾ ഇല്ല എങ്കിൽ റിജിഡ് അല്ല, ഫ്ലെക്സിബിൾ ആവും. അപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും അറ്റൈൻ ചെയ്യാം. ഓക്കെ, ദെൻ ദേ ക്യാൻ ലീവ് വിത്തൗട്ട് ഓക്സിജൻ. അനൈറോബിക് ആണ്, ഓക്സിജൻ വേണമെന്നില്ല. ദെൻ പാത്തോജനിക് ആണ്, ഡിസീസ് കോസിങ് ആണ്. അപ്പോൾ ഇത്രയും 4 ക്യാരക്ടേഴ്സ് ഓർത്ത് വെക്കുക. സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ്. ദേ ഹാവ് സെൽ വോൾ ആബ്സെൻ്റ് ആണ്, സോ ദേ ക്യാൻ അറ്റൈൻ എനി ഷേപ്പ്. ദെൻ അനൈറോബിക് റെസ്പിറേഷൻ ആണ്. പാത്തോജനിക് ആണ്, ഡിസീസ് കോസിങ് ആണ്. മൈക്കോപ്ലാസ്മയുടെ പിക്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ പഠിച്ചത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റവും കിങ്ഡം മൊണീറയും ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രൊട്ടിസ്റ്റ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.